വിന്നേഴ്സ് അക്കാദമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഭാഗത്തിൻ്റെ 11ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ച കഴിയുമ്പോൾ +1 +2 പരീക്ഷ വരികയാണ്. അതിനാവശ്യമായ ഉതകുന്ന രീതിയിലുള്ള ജയിക്കാൻ സാധിക്കുന്ന ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ തരാൻ ശ്രമിക്കും. ഞാൻ രാജമാഷ് ഒരു 41 വർഷത്തിലേറെ അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയം എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളെ പറഞ്ഞു കൊടുത്ത് ജയിപ്പിക്കാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ബാലൻസ് ഷീറ്റ് പരിചയപ്പെട്ടു. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരയ്ക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസും എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്, ഇങ്ങനെ 4 കോളമാണുള്ളത്. ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റൽ, ആഡ് നെറ്റ് പ്രോഫിറ്റ്, ലെസ് ഡ്രോയിങ്സ്, ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അസറ്റ്സ് സൈഡിലെ ഫിക്സഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്. എല്ലായ്പ്പോഴും മറ്റ് തെറ്റുകൾ വന്നില്ല എങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ 2 സൈഡ് തുല്യമായിരിക്കും. ഈ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഐറ്റത്തിനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മറ്റെന്തെങ്കിലും ഐറ്റംസ് ചെലവുകളോ വരവുകളോ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കൊടുക്കാത്തതുണ്ടെങ്കിൽ, കിട്ടാത്തതുണ്ടെങ്കിൽ, മുൻകൂട്ടി കൊടുത്തതുണ്ടെങ്കിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതിൽ 5 തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ് ട്രെയിനാണ്. കച്ചവടക്കാരുടെ വർഷാവസാനം മിക്കാതെ മിച്ചമിരിക്കുന്ന ഗുഡ്സിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. ഇതിന് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യുക. രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. Outstanding expense means expenses due but not paid. It should be added to the particular expense and also shown on the liability side of the balance sheet. Outstanding expense എന്ന് പറയുന്നത് expenses due but not paid, കൊടുക്കാനുള്ള, കാലാവധിയായിട്ട് കൊടുക്കാത്ത. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞു. Prepaid expense means expenses paid but not due. കൊടുത്തു, കാലാവധിയായിട്ടില്ല, അതായത് മുൻകൂട്ടി കൊടുത്തു, പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഇത് പർട്ടിക്കുലർ എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ അപ്രൂവ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കാലാവധിയായിട്ട് കിട്ടാത്ത ഇൻകത്തിനെയാണ് അപ്രൂവ്ഡ് ഇൻകം എന്ന് വിളിക്കുക. ഇത് പർട്ടിക്കുലർ ഇൻകത്തോടുകൂടി കൂട്ടുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇനി അൺഎയിംഡ് ഇൻകം, അതായത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കിട്ടിയത്, റിസീവ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. ഇത് പർട്ടിക്കുലർ ഇൻകത്തിൽ കുറയ്ക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അസറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റി, പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ്, അപ്രൂവ്ഡ് ഇൻകം അസറ്റ്, അൺഎയിംഡ് ഇൻകം ലയബിലിറ്റി. ഇതിൽ 4 അസറ്റ് ലയബിലിറ്റി ഏതൊക്കെയാണെന്ന് തിരിക്കാൻ അറിയണം. ഔട്ട്സ്റ്റാൻഡിങ്ങും അൺഎയിംഡ് ലയബിലിറ്റിയും അപ്രൂവ്ഡ് പ്രീപെയ്ഡ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധ്യതയുള്ളതാണ്. ഇതുകൂടാതെ 5 കഴിഞ്ഞിട്ട് 6ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഡിപ്രിസിയേഷൻ. ഫിക്സഡ് അസറ്റ്സിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് ഡിപ്രിസിയേഷൻ. Depreciation means a decrease in the value of fixed assets due to the effect of wear and tear, passage of time and obsolescence. കാലപ്പഴക്കം കൊണ്ടോ പുതിയ അസറ്റ് മേടിക്കുമ്പോൾ പഴയ അസറ്റ് ഓൾഡ് ഫാഷനായിട്ട് പുറന്തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുറവാണ്, കിഴിവാണ് ഡിപ്രിസിയേഷൻ. ഇത് ബിസിനസ്സിൻ്റെ ചിലവായതുകൊണ്ട് ഇതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് ഷീറ്റിൽ ആ പർട്ടിക്കുലർ അസറ്റിന് കുറച്ച് വരും. ഇപ്പോൾ പ്രൊവൈഡ് 10% ഡിപ്രിസിയേഷൻ ഓൺ മെഷീനറി എന്ന് പറഞ്ഞാൽ മെഷീൻ
മിഷനറിയുടെ 10% കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസ് ഷീറ്റിൽ മിഷനറിയിൽ നിന്ന് അതുപോലെ ഫർണിച്ചർ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും എല്ലാം ഫിക്സഡ് അസറ്റിന് ഡിപ്രിസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ബാലൻസ് ഷീറ്റിൽ ആ പ്രത്യേക അസറ്റിൽ നിന്ന് കുറച്ച് കഴിയും. പിന്നെ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്ന് ഉറപ്പായിട്ടാണ്. കിട്ടാനുള്ള കടത്തിൽ അവരെ കസ്റ്റമേഴ്സ് തരില്ല എന്ന് ഉറപ്പായ കടത്തിനെയാണ് ബാഡ് ഡെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഡെറ്റേഴ്സിൽ കുറച്ച് കിട്ടും. ബാഡ് ഡെറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ആൾസോ ഷോൺ ആസ് എ ഡിഡക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ഇൻ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ്, അൺഎൻഡ്, ഡിപ്രിസിയേഷൻ, ബാഡ് ഡെറ്റ്സ്. ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ബാഡ് ഡെറ്റ്സിന് വേണ്ടി ഇപ്പോഴേ ഒരു നിശ്ചിത എമൗണ്ട് മാറ്റിവെക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, അല്ലെങ്കിൽ റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ. ഇത് ഡെറ്റേഴ്സിൻ്റെ 5%, 2%, 3% ആയി മാറ്റിവെക്കുക. അത് ഡെറ്റേഴ്സിൻ്റെ 5% കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്